ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇപ്പൊ ജിന്നിയും ഫ്രണ്ട്സും കൂടി പുറത്ത് ഒരു പ്രോബ്ലവും ഉണ്ടാക്കാത്ത പോലെ കാഷ്വൽ ആയിട്ട് സ്കൂളിലേക്ക് നടന്നു പോകും. കറക്റ്റ് ആയിട്ട് ഇവരുടെ ടീച്ചറിന്റെ ഫ്രണ്ടിലാണ് ചെന്ന് പെടുന്നത്. ജിന്നുവിന്റെ ഫേസിലെ മുറിവ് കണ്ട് എന്താ പറ്റിയത്, നിന്റെ ഫേസിൽ എങ്ങനെയാണ് ഈ ബാൻഡേജ് വന്നത്, പുറത്തു നിന്ന് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ, തല്ല് പിടിച്ചോ എന്നിങ്ങനെ ചോദിക്കും. അയ്യോ മാഡം, ഞങ്ങൾ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ ഞാൻ ക്ലാസ്സിലേക്ക് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ മതില് ചാടിയാ കടന്നത്. അപ്പൊ പറ്റിയ മുറിവാണ് മാഡം എന്ന് പറയും. ഓഹോ, അങ്ങനെ പറ്റിയ മുറിവാണോ ഇത്? അല്ല, നീ മതില് ചാടി കടക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? തെളിവില്ലാണ്ട് ഞാനൊന്നും വിശ്വസിക്കില്ല എന്ന് പറയും. അപ്പൊ തന്നെ ജിന്നുവിന്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഞാൻ കണ്ട മാഡം, ഞാൻ കണ്ട മാഡം എന്നും പറഞ്ഞു വരും. ഓ, കാര്യം എനിക്ക് ഇപ്പൊ പിടികിട്ടി. 4 പേരും അപ്പോ ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത് അല്ലേ? എന്തായാലും കുറ്റസമ്മതം നടത്തിയല്ലോ, അതിനുള്ള പണിഷ്മെന്റും കൂടി വാങ്ങിയിട്ട് പോയാ മതി. നിങ്ങൾ 4 പേരും കൂടി ഉണ്ടല്ലോ, ഈ സ്കൂൾ കോമ്പൗണ്ട് മുഴുവനും വൃത്തിയാക്കിക്കൊള്ളണം. അതാണ് നിങ്ങളുടെ പണിഷ്മെന്റ് എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് പോകും. ആവശ്യമില്ലാത്ത വയ്യാവേലി എല്ലാം കൂടി വാങ്ങി വെക്കുകയാണ്. പക്ഷെ നമ്മുടെ ജിന്നു ആണെങ്കിലും ഇതൊന്നും വലിയ കാര്യമായിട്ടേ എടുക്കുന്നില്ല. എപ്പോഴും കിട്ടുന്ന പണിഷ്മെന്റ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരനാണെങ്കിലോ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ബാസ്കറ്റ് ബോൾ ഒക്കെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കും. ഇവൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതാണെങ്കിലോ 4-5 പെൺപിള്ളേരും വന്ന് നിന്ന് വായി നോക്കി നിൽക്കാണ്. ആ വഴിയാണ് നമ്മുടെ ഹന്യുവിന്റെ 2 ഫ്രണ്ട്സ് നടന്നു പോകുന്നത്. അപ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഹന്യുവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയില്ലേ ആ ഒരു സീനിയർ ജിന്നുവിന്റെ അടുത്തേക്ക് വരും. എടാ, എനിക്ക് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ജൂനിയർ ആയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അവൾക്ക് ഒരു വാല് കൂടുതലാണ്. നമ്മളെ സീനിയേഴ്സിനെ ഒന്നും അവൾ റെസ്പെക്ട് പോലും ചെയ്യുന്നില്ല. അത് നീ ഒന്ന് ചോദിക്കണോന്ന് പറയും. അപ്പൊ തന്നെ ജിന്നു, അല്ല നീ എന്തിനാണ് ഈ കാര്യം എന്റെ അടുത്ത് വന്ന് പറയുന്നത്? അതിന് നമ്മൾ അത്രക്ക് ക്ലോസ് ഒന്നും അല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാല് പരസ്പരം ഹെൽപ്പ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നീ അവളുടെ അടുത്തൊന്ന് ചോദിക്കുന്ന ഇങ്ങനെ പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം ഹന്യുവിന്റെ 2 ഫ്രണ്ട്സും കേൾക്കുന്നൊക്കെയുണ്ട്. ഇവരെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹന്യുവിന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നമ്മള് ഹന്യുവിനെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതേ ടൈം ഹന്യു ആണെങ്കിലോ റൂഫ് ടോപ്പിൽ വന്ന് നിന്ന് ആകാശത്തേക്ക് നോക്കി, ചേച്ചി ഒരിക്കലും സങ്കടപ്പെടേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് ചേച്ചിനെ രക്ഷപ്പെടുത്തും. ചേച്ചിയുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകുമെന്നും പറഞ്ഞ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആ ടൈമിന് ജിന്നിയും കുറച്ച് ഫ്രണ്ട്സും കൂടി റൂഫ് ടോപ്പിലേക്ക് കയറി വരും. ഹന്യു ഇത് വലിയ കാര്യമൊക്കില്ല, ഇവരെ വലിയ രീതിക്ക് മൈൻഡും ചെയ്യില്ല. ഇവരാണെങ്കിൽ ആ ഹന്യുവിനെ ശ്രദ്ധിക്കുകയുമില്ല. അങ്ങനെ എല്ലാവരും വട്ടം വളഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് ഹന്യുവിന്റെ 2 ഫ്രണ്ട്സും കൂടി കോള് ചെയ്യുന്നത്. ഹന്യു, നീ ഇപ്പൊ എവിടെയാണ്? എന്തൊക്കെ വന്നാലും റൂഫ് ടോപ്പിലേക്ക് പോവാൻ പാടില്ല. ഇവിടെയുള്ള ഒരു ഗ്യാങ് ഉണ്ടല്ലോ, നിന്നെ അന്വേഷിച്ച് നടക്കുവാണ്. നിന്നെ അവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് എന്താവുമെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാൻ നോക്കെന്ന് പറയും. അപ്പൊ തന്നെ ഹന്യു, ഞാൻ അതിന് ഇപ്പോ നിൽക്കുന്നത് റൂഫ് ടോപ്പിലാണെന്നും പറഞ്ഞ് കോളങ്ങട് കട്ട് ചെയ്യും. ഇവർക്കാണെങ്കിലോ വല്ലാണ്ട് പേടിയാകും. അതേ ടൈം ജിന്നു ആണെങ്കിലോ ഒരു കച്ച് വെച്ച് കളിച്ചോണ്ടിരിക്കാണ്. അപ്പൊ പെട്ടെന്ന് ആ കച്ച് കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴും. അതാണെങ്കിലോ ഉരുണ്ട് ഹന്യുവിന്റെ അടുത്തേക്ക് പോകും. ഈ ഒരു കച്ചെടുക്കാനായിട്ട് ജിന്നു ആണെങ്കിലോ നേരെ ഹന്യുവിന്റെ അടുത്തേക്ക് നടക്കും. ഇവൻ നടന്നു വരുന്ന കാണുമ്പോ തന്നെ തല്ലാൻ വരുവാണെന്ന് തെറ്റിദ്ധരിച്ച് ഹന്യു ജിന്നുവിനെ പൊക്കിയെടുത്ത് താഴേക്ക് മലത്തി അടിക്കും. നീ എന്നെ തല്ലാൻ വരുവാണല്ലേടാന്നും പറഞ്ഞ് ജിന്നുവിനെ നോക്കുമ്പോ 2 പേരും പരസ്പരം ഷോക്കാകും. നീയാന്നും പറഞ്ഞ് 2 പേരും ചാടി എഴുന്നേൽക്കും. എന്നാലും ജിന്നു ആണെങ്കിലോ, എന്റെ ഒരു ഗ്ലൗസ് നിന്റെ കയ്യിലല്ലേ ഉള്ളത്, അതെനിക്ക് വേണം, താടി എന്നും പറഞ്ഞ് ജിന്നു ആണെങ്കിലോ എഴുന്നേറ്റ് ഹന്യുവിനെ അടിക്കാനായിട്ടൊക്കെ പോകും. പക്ഷെ ജിന്നുവിന് ഹന്യുവിനെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. ഫ്രണ്ട്സ് ആണെങ്കിലോ ഇവളെ കണ്ട് പേടിച്ച് മാറി നിൽക്കുവാണ്. ജിന്നു ആണെങ്കിലോ അപ്പോഴും വിടുന്നില്ല. എനിക്ക് ആ ഗ്ലൗസ് വേണം, താടി എന്റെയാണ് ആ ഗ്ലൗസ്, നീയാണ് ആ ലാസ്റ്റ് വന്ന് എല്ലാം കുളവാക്കിയെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചോണ്ടിരിക്കും. അപ്പോഴേക്കും യുവാനാണെങ്കിലോ ഇടയ്ക്ക് കയറി ജിന്നുവിനെ പിടിച്ച് മാറ്റി നിർത്തും. ദേ, എല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാം. നിന്റെ കയ്യിലാണ് ഇവന്റെ ഒരു ഗ്ലൗസ് ഉള്ളത്. അത് നീ മര്യാദക്ക് അവന് തന്നെ കൊടുക്ക്. നിനക്കത് തരാൻ മടിയാണെങ്കിൽ ആ ഗ്ലൗസിന് ഞങ്ങൾ കുറച്ച് ക്യാഷ് തരാന്ന് പറയും. എനിക്ക് ക്യാഷ് ഒന്നും വേണ്ടാന്ന് പറയും. എന്താടി നിനക്ക് ക്യാഷ് വേണ്ടാത്തത്? ക്യാഷിന്റെ ആവശ്യം നിനക്കില്ലേ? അതിന് പകരം നിനക്ക് 2-3 അടി തന്നാ മതിയാന്നും പറഞ്ഞ് ജിന്നു ആണെങ്കിലോ വെറുതെ ഹന്യുവിന്റെ അടുത്ത് വഴക്കിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ റൂഫ് ടോപ്പിൽ ഇരുന്ന് തല്ല് പിടിക്കുന്നതെല്ലാം ഹന്യുവിന്റെ ഫ്രണ്ടായ ലൂ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ മറ്റേ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന്, വാടി വാ, നമുക്ക് എങ്ങനെയെങ്കിലും ഹന്യുവിനെ രക്ഷിക്കാം. നമുക്ക് ഈ 2-3 ബിസ്ക്കറ്റ് കൊടുത്ത് അവരുടെ അടുത്ത് സമാധാനം പറഞ്ഞ് ഹന്യുവിനെ രക്ഷിച്ചോണ്ട് വരാന്ന് പറയും. എടാ, നീ പൊട്ടനാണോ? അവർക്ക് ഈ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്താ അവര് സമാധാനത്തിൽ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്തിനാണ് ഈ ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നേന്ന് ചോദിക്കും. അല്ലടി, നമ്മളെ പോലുള്ള കുട്ടികൾ സാധാരണ ഇങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ തന്നാ സമാധാനത്തിൽ പോകുന്നതല്ലേ, അപ്പോ അവർക്ക് എന്ത് കൊടുക്കും, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിച്ചോണ്ട് നിൽക്കും. അതേ ടൈം ഹന്യു ആണെങ്കിലോ, നമുക്ക് വേണമെങ്കിൽ ഒരു ഡീലിങ്ങിൽ എത്താം. നിന്റെ കയ്യിലും എനിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൗസ്
ഗ്ലൗസ് ഉണ്ട്, നിനക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൗസ് എന്റെ കയ്യിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയും. ആ ഈ ഡീലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ നാളെ ആ ഗ്ലൗസുമായിട്ട് വന്നാ മതി. പിന്നെ ഒരു കാര്യവും കൂടി ഉണ്ട്, നീ ഇനി റൂഫ് ടോപ്പിലേക്ക് വരാൻ പാടില്ല, ഇതേ ഞങ്ങൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയും. ആ ഓക്കെ, ഞാനിനി വരുന്നില്ല, എന്തായാലും നാളെ ഞാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം, ഗ്ലൗസ് വാങ്ങാനായിട്ട് ക്ലാസ്സിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞ് വാതിലും തുറന്ന് പുറത്തേക്ക് പോകും. നമ്മുടെ ലൂ ആണെങ്കിലോ ബിസ്ക്കറ്റും വെച്ച് നിൽക്കാണ്. ഹീറോയും ഫ്രണ്ട്സ് ഒക്കെ കൂടി നടന്നു വരുമ്പോ, സീനിയേഴ്സ് ഇന്നാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഇവരാണെങ്കിൽ ആരാണ് ഈ കോമാളി എന്നുള്ള രീതിയിൽ ലൂവിനെ ഒന്ന് നോക്കി പേടിപ്പിച്ച് മുന്നോട്ട് നടന്നു പോകും. പുറകെ നമ്മുടെ യുവാൻ വന്ന് ഈ ബിസ്ക്കറ്റ് കണ്ടിട്ട് ഇത് കൊള്ളാലോ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കും. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് നീ എവിടെ നിന്നാ വാങ്ങിയെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനതിന് ഈ ബിസ്ക്കറ്റ് വാങ്ങിയതല്ല, ഞാൻ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാന്നറിയും. ആണോ, അതുകൊണ്ടാണോ ഇത്രയും ടേസ്റ്റ്, 2-3 ബിസ്ക്കറ്റും കൂടി എനിക്ക് തരുമോന്ന് യുവാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ജിന്നു ആണെങ്കിലും ഓടി വന്ന് യുവാനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോകും. അങ്ങനെ നൈറ്റും ആകും. ഹന്യു ആണെങ്കിലോ വല്ലാണ്ട് ചേച്ചിനെ മിസ് ചെയ്ത് ഒരു പുഴയോരത്ത് ചെന്നിരിക്കും. ആകാശത്തേക്ക് നോക്കി വല്ലാണ്ട് ഫീൽ ചെയ്ത് ചേച്ചി എപ്പോഴാ തിരിച്ചു വരുന്നത്, ഇവിടെ എല്ലാവരും ബിസിയാണ്, അമ്മയും ബിസി, അച്ഛനും ബിസി, ഞാനിവിടെ ഒറ്റക്കാണ് ചേച്ചി, എപ്പോഴാണ് ഇനി എന്റെ ബർത്ത്ഡേ ആവുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുവാണ്. എന്നാലല്ലേ ചേച്ചിയുടെ അടുത്ത് നിന്നും എനിക്ക് മെസ്സേജ് വരുള്ളൂ, ഞാൻ എത്രയും പെട്ടെന്ന് ചേച്ചിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഒരു പഴയ ഡിവൈസും പിടിച്ചിങ്ങനെ നിൽക്കും. ആ ഒരു ഡിവൈസിലൂടെ അവളുടെ ചേച്ചിയുമായിട്ട് വർഷത്തിൽ ഒരു തവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ജിന്നുവിന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്ലൗസുമായിട്ട് ഹന്നു നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരും. അങ്ങനെ ആ ഗ്ലൗസ് കൊടുക്കാനായിട്ട് നേരെ റൂഫ് ടോപ്പിലേക്ക് ചെല്ലും. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഗ്ലൗസ് എക്സ്ചേഞ്ച് ചെയ്യും. ആ ടൈമിന് ജിന്നു, അല്ല നീ ഈ ഗ്ലൗസ് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അതൊന്നും നീ അറിയണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് പയ്യെ നടക്കും. അപ്പോഴേക്കും ജിന്നു ആണെങ്കിലോ, ആ ശരി ശരി പോയിക്കോ, ഇനി എന്തായാലും റൂഫ് ടോപ്പിലേക്കൊന്നും വരാൻ പാടില്ല, ഈ മുഴുവൻ സ്പേസും ഉണ്ടല്ലോ ഞങ്ങളുടേതാണ്, ഞങ്ങൾ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹന്നുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ തന്നെ ആ റൂഫ് ടോപ്പ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ വശം നിങ്ങൾ യൂസ് ചെയ്തോ, ഈ വശം ഞങ്ങൾ തന്നെ യൂസ് ചെയ്തോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിന്നുവിന്റെ ദേഷ്യം കയറി, എന്താടി ഇത്, നിനക്ക് തല്ല് കിട്ടണോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹന്നു ആണെങ്കിൽ ജിന്നുവിന്റെ കൈ കയറി പിടിക്കും. വെറുതെ ഹന്നുവിന്റെ അടുത്ത് ചൊറിയാനായിട്ട് ചെന്ന പുള്ളിക്കാരി വെറുതെ ഇരിക്കൂലല്ലോ, എടുത്തിട്ടടിക്കും. അത് പേടിച്ച് ജിന്നു ആണെങ്കിൽ ഒന്നടങ്ങിയൊക്കെ നിൽക്കും. ഞാനേ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണ്, നീയല്ലേ എന്നെ വെറുതെ വിളിച്ച് ചൊറിഞ്ഞത്, അപ്പൊ പിന്നെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ, എന്നാ ശരി എന്നും പറഞ്ഞ് ഹന്നു ആണെങ്കിലോ താഴേക്ക് ഇറങ്ങി പോകും. അതേ ടൈം ഹന്നുവിന്റെ 2 ഫ്രണ്ട്സ് കുറച്ച് കുക്കീസ് ഒക്കെ ഉണ്ടാക്കി സീനിയേഴ്സിന്റെ അടുത്തേക്ക് ചെന്ന്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുക്കീസ് ആണെന്നും പറഞ്ഞ് കുറച്ച് കുക്കീസ് ഒക്കെ അവിടെയുള്ള സീനിയേഴ്സിന് എടുത്തു കൊടുക്കും. ഇത് കണ്ടുകൊണ്ട് ഹന്നു അങ്ങോട്ടേക്ക് വരും. എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, നിങ്ങൾ വെറുതെ സീനിയേഴ്സിന്റെ അടിമയാവാനായിട്ട് പോവാണോന്ന് ഇങ്ങനെ ചോദിക്കും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, എന്തായാലും അതൊക്കെ വിട്, നീ ജിന്നുവിനെ മീറ്റ് ചെയ്യാൻ പോയിട്ട് എന്തായി ഇങ്ങനെ ചോദിക്കും. ജിന്നുവിനെ മീറ്റ് ചെയ്ത് ഗ്ലൗസ് കൊടുത്തു, പിന്നെ റൂഫ് ടോപ്പും കൂടി രണ്ടായിട്ട് ഞാൻ പാർട്ടീഷൻ ചെയ്തു എന്ന് പറയും. എന്താണ് നീ പറയുന്നത്, അപ്പൊ നീ വീണ്ടും പോയി ജിന്നുവിന്റെ കൂടെ തല്ല് പിടിച്ചോന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ തല്ല് പിടിച്ചില്ല, ഞാനൊരു തെറ്റും ചെയ്തുമില്ല, നമുക്കും കൂടി പോവാനായിട്ട് ഒരു പ്ലേസ് ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തു, അത്രേ ഉള്ളൂ എന്ന് പറയും. എന്ത് അത്രേ ഉള്ളൂന്നാ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ തീരപ്പര തെണ്ടി നടന്ന് ഉള്ള കണ്ട കുക്കീസ് ഒക്കെ ഉണ്ടാക്കി സീനിയേഴ്സിന് കൊടുക്കുന്നു. ആ ടൈമിന് നീയാണെങ്കിലോ, സീനിയേഴ്സെ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് തല്ല് പിടിക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, സത്യത്തിൽ നീ ഞങ്ങളെയും കൂടി കൊലക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാനാണോന്ന് എന്നെ ചോദിക്കും. ഒന്ന് പോയെടി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്, അതൊക്കെ ഒരു സിറ്റുവേഷനിൽ വന്നു പോകുന്നതാണ്, എന്തായാലും നീ അതൊക്കെ വിട്ടേക്കെന്നും പറഞ്ഞ് ഹന്നു പയ്യെ മുന്നോട്ട് നടക്കും. അതേ ടൈം ജിന്നു ആണെങ്കിലോ ഹന്നു വന്ന് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ലാണ്ട് പോകുന്ന വഴിക്കൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ വേണ്ടവർക്കെല്ലാം ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കും. അതിലാണെങ്കിലോ ജിന്നുവിന്റെ ഒരു ഫ്രണ്ട് ചെന്നിരിക്കുവാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു ദേവതയെ കണ്ടു, അവൾ എന്റെ ഹൃദയം കവർന്നെടുത്തു, ആ ദേവതയില്ലാണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല, അത്രയ്ക്കും എനിക്ക് ആ ദേവതയെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ആ ദേവതയുടെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ പേര് അങ്ങോട്ട് വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിന്റെ ഫ്രണ്ട്സ് രണ്ടുപേരും കൂടി ഹീറോയിനെ തിരിഞ്ഞു നോക്കും. ആ ടൈമിന് തന്നെ റേഡിയോ സ്റ്റേഷനിലേക്ക് ഒരു സാറ് കയറി വരും. ഇത് സ്കൂളാണോ അതോ ചന്തയാണോ, ഈ റേഡിയോ സ്റ്റേഷൻ സ്പോൺസർ ചെയ്തത് നിന്റെ വീട്ടിൽ നിന്നല്ലല്ലോ, എഴുന്നേറ്റ് പോടാന്നും പറഞ്ഞ് പുള്ളിക്കാരനെയാണെങ്കിൽ ഓടിച്ചിട്ട് അടിക്കാനായിട്ട് തുടങ്ങും.
അതേ ടൈം ജിന്നുവും മറ്റേ ഫ്രണ്ടും കൂടി ഓപ്പോസിറ്റ് നടന്ന് വന്നോണ്ടിരിക്കുകയാണ്. അവൻ എന്ത് ധൈര്യമുണ്ട് നമ്മുടെ ശത്രുവിനെ തന്നെ പോയി പ്രപ്പോസ് ചെയ്യാനായിട്ട്. അവനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചവിട്ടി കൂട്ടുമെന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തില് നടന്ന് വന്നോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഓടി ഇവരുടെ കയ്യിലേക്ക് തന്നെ പെടും. എടാ നിനക്ക് എന്ത് ധൈര്യമാടാ എന്റെ ശത്രുവിനെ തന്നെ പോയി പ്രപ്പോസ് ചെയ്യാനായിട്ട്, നിന്നെ ഇന്ന് ഞാൻ കൊല്ലോടാന്നും പറഞ്ഞ് മൂന്നും കൂടി നിലത്ത് കിടന്ന് ഉരുളാനായിട്ട് തുടങ്ങും. ജിന്നു ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, ഇതാണടാ ലവ്, കാതൽ, പ്യാർ, ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല, നിനക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഒന്നുമില്ല, അതുകൊണ്ടാണ് എന്നെ ഇട്ട് ഇടിച്ചോണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് വല്ലാണ്ട് ഇങ്ങനെ ഒച്ച വെക്കും. ജിന്നു വിടുന്ന ലക്ഷണമേ ഇല്ല, ഉരുണ്ടു മറിഞ്ഞ് നല്ല ഇട്ടി കൊടുത്തോണ്ടിരിക്കാണ്. യുവാൻ അങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റും. എന്തിനാണ് ഈ ചെറിയ കുട്ടികളെ പോലെ ഇവിടെ കിടന്ന് ഉരുളുന്നത്, അങ്ങോട്ട് മാറി നിക്കടാന്ന് പറയും. എന്നാലും ജിന്നുവിന് ദേഷ്യമൊന്നും പോകുന്നില്ല. ഞങ്ങളിങ്ങനെ തല്ലു പിടിക്കാൻ കാരണം ആ ഹന്യുവാണ്, അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കുമെന്നും പറഞ്ഞ് ജിന്നു ഇരുന്നൊരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഇടും. ചൈനയിലുള്ള സ്കൂളുകളിലൊക്കെ നൈറ്റ് സ്റ്റഡി ഒക്കെ സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒരു നൈറ്റ് സ്റ്റഡി നടക്കുന്ന ടൈമിന് ഹന്യുവിന്റെ ക്ലാസ് റൂമിലെ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആക്കും. അതിനുശേഷം റൂഫ് ടോപ്പിൽ നിന്ന് ഒരു തലയോട്ടി ഹന്യു ഇരിക്കുന്ന ആ ജനലിന്റെ സൈഡിലേക്ക് ഇടും. ഈ ഒരു തലയോട്ടി കണ്ട് ആ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ പേടിക്കും. പക്ഷെ ഹന്യു ഇത് കണ്ട് വലിയ രീതിക്ക് മൈൻഡ് ആക്കുന്നില്ല. ഇതൊക്കെ എന്ത് സാധനം, ഡൂക്ലിയ എന്ന് പറഞ്ഞിട്ട് ജനല് തുറന്ന് ആ തലയോട്ടി എടുത്തു നോക്കും. അങ്ങനെ ജിന്നുവിന്റെ ആ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആകും. അതിനുശേഷം ഹന്യുവിന്റെ ബേക്കില് 2-3 ബലൂൺസ് ഒക്കെ ഒട്ടിച്ചങ്ങോട്ട് വിടും. ഇരിക്കുമ്പോ അത് പൊട്ടും. അങ്ങനെ ഇവള് പേടിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അതും ഹന്യു മനസ്സിലാക്കി അതൊക്കെ അങ്ങോട്ട് തട്ടിക്കളയും. അങ്ങനെ രണ്ടാമത്തെ പ്ലാനും ഫ്ലോപ്പായി. മൂന്നാമതാണെങ്കിലോ ഇവള് റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന ടൈമിന് പുറത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു വെക്കും. അവള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അതിലിടിച്ച് നിൽക്കുമല്ലോ. അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്ത് മാറി നിൽക്കും. ഹന്യു വരും അതിലിടിക്കുമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷെ ഹന്യു അതിൽ നിന്നും എസ്കേപ്പ് അടിക്കും. ഇവളെന്റെ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്നാലും ഞാൻ അവളെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് നെക്സ്റ്റ് പ്ലാൻ ആയിട്ട് ഹന്യുവിന്റെ ഫോണില് റിംഗ് ടൂൺ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വിടും. അങ്ങനെ ക്ലാസ് നടക്കുന്ന ടൈമിന് ജിന്നു ആണെങ്കിലോ ഹന്യുവിന്റെ ഫോണിലേക്ക് കോൾ അങ്ങാട് ചെയ്യും. അപ്പോ ആ ഫോണില് വലിയ ശബ്ദത്തില് ഒരു കുത്ത് സോങ് അങ്ങാട് ഓടാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുമ്പോ സാറ് വെറുതെ ഇരിക്കോ, സ്വാഭാവികമായിട്ടും നമ്മുടെ ഹന്യുവിനെ പിടിച്ച് പുറത്താക്കില്ലേ. അങ്ങനെ ഹന്യുവിനെ പിടിച്ച് പുറത്താക്കും. ഇതെല്ലാം ചെയ്യുന്നത് ജിന്നു ആണെന്ന് ഹന്യുവിനെ അറിയാം. എന്തായാലും ഒരു ടൈം എനിക്ക് കിട്ടുമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഹന്യുവും റിവെഞ്ചിനായിട്ട് ഇറങ്ങും. ജിന്നു ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോ അവന്റെ ബാക്കിൽ ഒരു ബലൂൺ ഒട്ടിച്ചു വിടും. ജിന്നു ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാണ്ട് നേരെ ചെന്ന് ചെയറിലേക്ക് ഇരിക്കും. പെട്ടെന്ന് ബലൂണും പൊട്ടും. അതിന്റെ കൂടെ തന്നെ അവന്റെ പാന്റും കൂടി കീറിപ്പോകും. വല്ലാത്തൊരു നാണക്കേടാകും. ഭയങ്കര സങ്കടപ്പെട്ട് ഓടി ബാത്റൂമിലേക്ക് പോകുമ്പോ പുള്ളിക്കാരിയാണെങ്കിലോ ആ ബാത്റൂമിന്റെ ലൈറ്റ് ഓഫ് ആക്കി ആ ഒരു തലയോട്ടി ഉണ്ടല്ലോ അതെടുത്ത് ജിന്നു നിൽക്കുന്ന റെസ്റ്റ് റൂമിന്റെ ഉള്ളിലേക്ക് ഇടും. ഇത് കണ്ട് പേടിച്ച് ജിന്നു ആണെങ്കിൽ പേടിച്ചാണ്ട് പുറത്തേക്ക് വരുമ്പോ പുറത്ത് ഹന്യു സെല്ലോട്ടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലാണെങ്കിലോ നമ്മുടെ ജിന്നു ചെന്ന് കറക്റ്റ് ആയിട്ട് പെടും. കണ്ണാണെങ്കിലോ അതിലൊട്ടിപ്പോകും. അയ്യോ ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കണേ, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലേ എന്നും പറഞ്ഞ് വല്ലാണ്ട് ജിന്നു പേടിച്ച് ഒച്ചെടുക്കാനായിട്ട് തുടങ്ങും. ഇതെല്ലാം നമ്മുടെ ഹന്യു നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവനിങ്ങനെ പെടാപ്പാട് വിടുന്നത് കാണുമ്പോ പുള്ളിക്കാരിക്ക് ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ അതിൽ നിന്ന് 2 ഫ്രണ്ട്സും കൂടി വന്നാണ് ജിന്നുവിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ജിന്നുവിനെ പോലെയല്ല, ഹന്യു റിവെഞ്ച് എടുക്കാനായിട്ട് പോയാ എന്തായാലും പണി കിട്ടുമെന്ന് ജിന്നുവിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇവര് രണ്ടുപേരും കൂടി ടോം ആൻഡ് ജെറി പോലെ തല്ല് പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ടും കൂടി ഉണ്ടാക്കിയാലോ. അപ്പൊ നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.